ഗുഡ് മോർണിംഗ് എവറിബഡി. എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പോകുന്നത് ജനറൽ സയൻസിലെ ബയോളജിയിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ കുറച്ച് നോക്കുന്നത് ലിവിങ് വേൾഡിന്റെ ടോപ്പിക്സ് ആണ്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞിട്ട് ബൈനോമിയൽ ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് അല്ലെങ്കിൽ ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന കാർലസ് ലിനേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അയാൾ എന്തായാലും സിമ്പിൾ ആയിട്ട് പ്ലാന്റ്സും അനിമൽസും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, രണ്ട് ക്ലാസിഫിക്കേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയ എടുത്ത് നോക്കാം. ഈ ബാക്ടീരിയയിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയ. എന്താണ് ഈ ഓട്ടോട്രോഫിക് എന്ന്? സ്വയം ഫോട്ടോസിന്തസിസ് വഴി സ്വന്തം ശരീരത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് ഓട്ടോട്രോഫുകൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഓർഗനിസംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഫോട്ടോസിന്തസിസ് നടത്തുന്ന പ്ലാന്റ്സിന്റെ അടിയിൽ വെക്കൂ, അത് സെൽഫ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന മറ്റേ അനിമൽസിന്റെ അടിയിൽ വെക്കൂ എന്നൊരു കൺഫ്യൂഷൻ വരും. അതായത് പ്ലാന്റിന്റെയും അനിമലിന്റെയും നടുക്കുള്ള ഓർഗനിസത്തിനെ എവിടെ പ്ലേസ് ചെയ്യുന്ന അറിയാൻ പറ്റാത്ത അവസ്ഥയും. അപ്പൊ അതുകൊണ്ടാണ് 1969 RH വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ 5 കിങ്ഡംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ്? മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. ഇതാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാരണം നോക്കിക്കേ, പടം നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ. കിങ്ഡംസ് ഏതൊക്കെയാ? അനിമൽസ് അല്ലെ, മൃഗങ്ങള്, പ്ലാന്റ്സ്, ഫംഗസിന്റെ കിങ്ഡം, ബാക്ടീരിയയുടെ കിങ്ഡം, പിന്നെ പ്രോട്ടിസ്റ്റുകളുടെ കിങ്ഡം. ഇത് ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാരണം എന്താണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നമുക്കൊരു ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ആൽഗെ എന്നുള്ള ഫയലല്ല, സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന ആണ്. അതായത് ഈ സൈനോ ബാക്ടീരിയ പ്രത്യേകത തൊട്ട് ഈ ബാക്ടീരിയയുടെ ഗ്രൂപ്പിൽ സ്വഭാവം കാണിച്ചാലും ഇയാൾ എന്താണ്? യൂക്കാരിയോട്ടാണ്. യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാത്രമല്ല, ഇയാൾക്ക് കുറെ സെല്ലുകളുണ്ട്. പിന്നെന്താണ്? ഇയാൾ ഫോട്ടോസിന്തസിസ് നടത്തും. സാധാരണ നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയും ഇയാളെ വെച്ച് നോക്കുമ്പോൾ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം ഇതിനകത്ത് കിട്ടി എന്നുള്ളതാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്. ഇനി കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കിങ്ഡമാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് ബയോളജിയിൽ. അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ വരുന്നത് കിങ്ഡം മൊണീറയിലാണ്. ഇവിടുത്തെ കിങ്ഡം മൊണീറയിൽ ഏറ്റവും കൂടുതൽ സോൾ മെമ്പേഴ്സ് ആരാന്ന് വെച്ചാൽ ബാക്ടീരിയ ആണ്. സോൾ മെമ്പേഴ്സ് ബാക്ടീരിയ ആണ്. ഇതിൽ തന്നെ 4 തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. അതായത് സ്പെരിക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്പെരിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോക്കസ്. അതായത് പിക്ചർ കാണിച്ചത് കണ്ടോ? ഇതാണ് സ്പെരിക്കൽ ആയിട്ടുള്ള ആൾക്കാർ. ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫോക്കസ് അല്ലെങ്കിൽ പ്ലൂറൽ ഫോക്കായി. ഇത് നോക്കിക്കേ, റോഡ് ഷേപ്ഡ് കണ്ടോ? റോഡ് ഷേപ്ഡ് ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയ. ഈ റോഡ് ഷേപ്പ് ബാക്ടീരിയ അടിയിലുണ്ട്, സ്പൂൺ പോലെ ഇരിക്കുന്നുണ്ടോ? അതിന്റെ അറ്റത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർട്സ് വഴി ഉണ്ടാവുന്നത്. ഇതാണ് അതിന്റെ അറ്റത്ത് കാണുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പാണ് സ്പോർ എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോറുകൾ വഴിയാണ്. ഇത് നോക്കിക്കേ, ഇതിന് നമ്മൾ സ്പൈറില എന്ന് പറയും. അതായത് സ്പൈറൽ ഷേപ്പ് അല്ലെങ്കിൽ ഫിലമെന്റഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയ. അവർക്ക് ഫ്ലജല്ല കാണും. എന്തിനാണ് ഫ്ലജല്ല? ബാക്ടീരിയക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അതിന് നമ്മൾ സ്പൈറില എന്ന് പറയും. ഇത് നോക്കിക്കേ, വിബ്രിയോ എന്നുള്ള എന്ത് ഷേപ്പാണ് വിബ്രിയോ കാണിക്കുന്നത്? കോമാ ഷേപ്പാണ് അല്ലെ. അതായത് നമുക്ക് കോളറ ഉണ്ടാക്കുന്ന വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഷേപ്പ് കോമാ ഷേപ്പാണ്. ഇനി ഈ മൊണീറയിൽ തന്നെ വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയകൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ ആളുടെ പേരാണ് ആർക്കി ബാക്ടീരിയ. അതായത് ഈ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കുമ്പോൾ ബാക്ടീരിയ തത്തും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്തിനാ ഈ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ വെക്കുന്നത്? എന്തിനാ ഫ്രിഡ്ജിൽ നമ്മൾ സാധനം വെക്കുമ്പോൾ അത് ചീത്താവാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ഫ്രിഡ്ജിൽ നമ്മൾ ഓരോ വസ്തുക്കൾ വെക്കുമ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയയുടെ മെറ്റബോളിസം അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ദഹനം അല്ലെങ്കിൽ അതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അത് അനങ്ങാൻ പറ്റില്ല.
അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ബാക്ടീരിയ വളരെ സ്ലോ ആവും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ബാക്ടീരിയയുടെ എക്സ്ട്രീം കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് ഭയങ്കര തണുത്ത അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കര ഒരു ചൂടുള്ള അവസ്ഥ. എന്നാൽ ചില ബിരുദന്മാർ എന്താണ് ഈ അവസ്ഥകളിലും ജോലി ചെയ്യും അല്ലെങ്കിൽ ജീവിക്കും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അതായത് അവര് ഹാർഷ് ഹാബിറ്റാറ്റ്സിലാണ് അവർ കൂടുതലായിട്ടും സർവൈവ് അല്ലെങ്കിൽ ലീവ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ ഉപ്പിടക്കമുള്ള സ്ഥലങ്ങൾ, ഉപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ അച്ചാറിലൊക്കെ ഉപ്പ് ഒരുപാട് ഇടുന്നതുകൊണ്ടാണ് എന്ത് അവിടെ പൂപ്പലോ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനോ ഒന്നും ബാക്ടീരിയൽ എന്താ പറയാ അവരുടെ കണ്ടാമിനേഷൻ ഒന്നും അവിടെ വരാത്തത്. ഉപ്പെന്ന് പറയുന്ന സാധനം ഭയങ്കര ബാക്ടീരിയക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ എക്സ്ട്രീം ഉപ്പുള്ള സ്ഥലങ്ങളിലും ജീവിക്കുന്ന ബാക്ടീരിയകളാണ്. അവരെ നമ്മൾ പറയുന്ന പേരാണ് ഹാലോജൻ. ഹാലോജൻ എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ അല്ലേ അതിൽ വരുന്നതാണ് ഹാലോസൈനുകൾ. ചില ആൾക്കാർ ഹോട്ട് സ്പ്രിങ്സ്, അതായത് ഭയങ്കര ചൂട് വോൾക്കാനോയുടെ അടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ പുക പോലത്തെ വരുന്ന ഹോട്ട് സ്പ്രിങ്ങുകൾ, അവിടെയും എന്താ പറയാ ഒരു 70-90 ഡിഗ്രി സെൽഷ്യസുകളിൽ വരെ ജീവിക്കുന്ന ബാക്ടീരിയകളുണ്ട്. അവരെ പറയുന്ന പേരാണ് തെർമോ അസിഡോസൈനുകൾ. ഇനി മാർഷ് ഏരിയസ്, ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പറയുന്ന പേരാണ് മെത്തനോജൻ. അപ്പോ എക്സ്ട്രീം സോൾട്ട് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയാ ഹാലോഫൈലുകൾ എന്ന് പറയും. പിന്നെ എക്സ്ട്രീം ഭയങ്കര ചൂടുള്ള ഹോട്ട് സ്പ്രിങ്ങുകളിൽ വർക്ക് ചെയ്യുന്നവർ നമ്മൾ തെർമോ ആസിഡോഫൈലുകൾ എന്ന് പറയും. മാർഷ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവർ നമ്മൾ മെത്തനോജനുകൾ എന്ന് പറയും അല്ലെ. ഈ മെത്തനോജനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പശുക്കളാണെങ്കിലും ഈ ബഫലോസ് ഒക്കെ ആണെങ്കിലും അവർ ചുമ്മാ ചവയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ചുമ്മാ ഇരുന്ന് ചവയ്ക്കും. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെന്തുകൊണ്ടായിരിക്കും അറിയാമോ? അവരുടെ വയറ്റിനകത്ത്, അതായത് അവരുടെ ഇൻഡസ്റ്റൈനിൽ ഒരു അറയുണ്ട്. ആ അറയില് ഇവർക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ആദ്യം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ വിഴുങ്ങും. ഇവർ ഫുഡ് വിഴുങ്ങിയിട്ട് അറകളിൽ സ്റ്റോർ ചെയ്ത് പിന്നീട് ആ അറയിൽ നിന്നും റൂമിനന്റ് എന്ന് പറയുന്ന അറയിൽ നിന്നും എന്താ പറയുക തിരിച്ചെടുത്ത് ചവച്ച് ആണ് അവർ കഴിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ റൂമിനന്റ് ആനിമൽസ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അവരുടെ വയറിന്റെ സൈഡിൽ ഇൻഡസ്ട്രിയൽ പ്രത്യേക ഭാഗമുണ്ട്. ഭക്ഷണത്തിനെ സ്വാളോ ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് അത് ചൂ ചെയ്യാൻ വേണ്ടി റിവേഴ്സ് ആയിട്ട് പുറത്തേക്ക് മീസോഫൈഗസിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സംവിധാനം അവരുടെ വയറ്റിലുള്ളത് കൊണ്ട് അവർ റൂമിനന്റ് ആനിമൽസ് എന്ന് പറയും. ഈ റൂമിനന്റ് ആനിമൽസിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ ഗട്ടില് മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയകളുണ്ട്. അതായത് മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്. കോമൺ ആയിട്ട് കൗലും ബഫലോസിലാണ് അത് കാണുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ കൗഡങ് ഉപയോഗിച്ച് നമുക്ക് മീഥെയ്ൻ ഗ്യാസ്, ബയോഗ്യാസ് വരെ ഉണ്ടാക്കാൻ പറ്റുന്നത്. മീഥെയ്ൻ ഗ്യാസ് എന്തിനാ ഉപയോഗിക്കുന്നത്? തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂവലുകളിലാണ് മീഥെയ്ൻ ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഇവരുടെ വയറ്റിൽ മെത്തനോജൻസ് ഉള്ളത് കൊണ്ടാണ് അവരുടെ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ എന്താ പറയാ വേസ്റ്റ് പ്രോഡക്റ്റിന് മീഥെയ്ൻ ഉള്ളത്. മെത്തനോജൻസിൽ നിന്ന് മീഥെയ്ൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയകൾ ആയതുകൊണ്ട് ആണ് കൗഡങ്ങിൽ എന്തുള്ളത്? മീഥെയ്ൻ ഉള്ളത്. ഓക്കെ, ഈ പടം കണ്ടു. ഇതാണ് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയുടെ പടമാണ് ഈ കാണിക്കുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, കാരണം കറക്റ്റ് ബാക്ടീരിയ അല്ല, ഫംഗസും ഇല്ല, നടുക്ക് വരുന്ന ഒരു രൂപമാണ് ബ്ലൂ ഗ്രീൻ ആൽഗയിലുള്ളത്. ഇനി അടുത്ത ഒരു എന്താ പറയാ, നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറഞ്ഞാൽ യു ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. യു ബാക്ടീരിയ പറയുന്ന വേറൊരു പേരാണ് ട്രൂ ബാക്ടീരിയ. ട്രൂ ബാക്ടീരിയ എന്ന് അവരെ വേണ്ടി പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സൈനോ ബാക്ടീരിയ എന്നാണ് നേരത്തെ കാണിച്ചത്. സൈനോ ബാക്ടീരിയ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഫോട്ടോസിന്തസിസ് ചെയ്യും. ഇവരുടെ ശരീരത്തിൽ നമ്മുടെ പ്ലാന്റ്സിലുള്ളതുപോലെ ആരുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്. ക്ലോറോഫിലിന്റെ പ്രത്യേകമായിട്ട് പറയുന്ന എ എന്ന് പറയുന്ന ആള് ഇവരുടെ ശരീരത്തിലുണ്ട്. വിച്ച് ഇസ് സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഫോട്ടോസിന്തസിസും ചെയ്യും. അവർ ഓട്ടോട്രോപ്പുകൾ സ്വയമായിട്ട് അവർ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഭക്ഷണം ഉണ്ടാക്കും. അപ്പൊ ആ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന ആൾക്കാർ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? അവര് യു ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി സൈനോ ബാക്ടീരിയയെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയുവാണെങ്കിൽ അവരെപ്പോഴും ഫ്രഷ് വാട്ടറിലോ അല്ലെങ്കിൽ മറൈനിലോ ടെറസ്ട്രിയൽ അവരെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആൽഗി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഒരു വാട്ടർ ബോഡീസ് ഒക്കെ ഇല്ലേ, വാട്ടർ ബോഡീസിലൊക്കെ ഈ ബ്ലൂമുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞു അതായത് അവര് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് കൊച്ചു കുമ്പളകൾ പോലെ ഉണ്ടാക്കി
വാട്ടറിനെ പൊള്യൂട്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? സൈനോബാക്ടീരിയ സഹായിക്കും. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ നൈട്രോജന്റെ ഫിക്സേഷൻ നടത്തുന്നത് ആരാണ്? സൈനോബാക്ടീരിയ ആണ്. നൈട്രോജന്റെ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ അന്തരീക്ഷം മുഴുവൻ എടുത്ത് നോക്കിയിട്ട് ഒരുപാട് വാതകങ്ങളുണ്ട് അല്ലെ? അതിൽ നൈട്രോജൻ വളരെ പ്രധാനമായിട്ടുള്ള വാതകമാണ്. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലുകളും ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീനിലുള്ളത് നൈട്രോജൻ ആണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നൈട്രോജനെ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ആ പ്രധാനപ്പെട്ട ആ ഒരു ഫിക്സേഷൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ നൈട്രോജൻ ഫിക്സേഷൻ നടത്തുന്നത് സൈനോബാക്ടീരിയ ആണ്. അപ്പൊ ആ സൈനോബാക്ടീരിയയുടെ സ്പെഷ്യലൈസ്ഡ് എന്ത് വെച്ചിട്ടാണ് അവർ നൈട്രോജൻ ഫിക്സേഷൻ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെട്രോസിസ്റ്റുകൾ വെച്ചിട്ടാണ് നടത്തുന്നത്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ഹെട്രോസിസ്റ്റുകൾ വെച്ചിട്ടാണ് സൈനോബാക്ടീരിയ എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിൽ നൈട്രോജനെ ഫിക്സ് ചെയ്യുന്നത്. സൈനോബാക്ടീരിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 എക്സാമ്പിളുകളാണ് നോസ്റ്റോക്കും അനബീബും. ഓക്കെ, അപ്പൊ എന്താണ് സൈനോബാക്ടീരിയ എന്ന് മനസ്സിലായി? ലോകത്തെ ഏറ്റവും കൂടുതൽ നൈട്രോജൻ ഫിക്സേഷൻ നടത്തുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗനിസംസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പേര് പറയും? സൈനോബാക്ടീരിയയുടെ പേര് പറയും. ഏറ്റവും കൂടുതൽ വാട്ടർ പൊല്യൂഷൻ ബോഡിയിൽ ബ്ലൂമുകൾ, കുമിളകൾ ഉണ്ടാക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? സൈനോബാക്ടീരിയ എന്ന് പറയും. എന്ത് വെച്ചിട്ടാണ് ഈ സൈനോബാക്ടീരിയ ഈ പറയുന്ന നൈട്രോജൻ ഫിക്സേഷൻ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? ഹെട്രോസിസ്റ്റുകൾ വെച്ചിട്ടാണ്. ക്ലിയർ അല്ലേ? ഇനി സൈനോബാക്ടീരിയ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ന്യൂട്രിയൻസ്, ഇപ്പൊ നൈട്രോജൻ ആകട്ടെ, ഫോസ്ഫറസ് ആകട്ടെ, അയൺ ആകട്ടെ, സൾഫർ ആകട്ടെ, അതെല്ലാം റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത്. ഇത് ഈ സൈനോബാക്ടീരിയ തന്നെ ഹെട്രോട്രോഫിക് സൈനോബാക്ടീരിയകൾ ഉണ്ട്. അതായത് അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവില്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? ഹെട്രോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയും. ഈ ഹെട്രോട്രോഫിക് ബാക്ടീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡീകമ്പോസേഴ്സ് ആണ്. അതായത് നമ്മുടെ സോയിലാണെങ്കിലും എന്താണെങ്കിലും ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ഈ ഹെട്രോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ പാലിനെ തൈരാക്കാൻ വേണ്ടി എന്താ പറയാ സഹായിക്കുക, ആന്റിബയോട്ടിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, ഈ പറഞ്ഞ ലെഗ്യൂംസുകൾ, പയറ് ചെടിയിൽ നൈട്രോജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എല്ലാം ആരാ ചെയ്യുന്നത്? ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ഒരു ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, മറ്റേ ബാസിലസിന്റെ അറ്റത്ത് കാണിച്ചില്ലേ ഒരു സ്പോറ്? അൺഫേവറബിൾ കണ്ടീഷൻസിൽ എന്താ? അതിന് വെള്ളം കിട്ടുന്നില്ല, അതിന് ടെമ്പറേച്ചർ കിട്ടുന്നില്ല, അത് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത് സ്പോറുകളാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ബാക്ടീരിയ ഇരിക്കുന്നതെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നത്? ഇതാണ് ഒരു ഡിവൈഡിങ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഒരു പടം. ഓക്കെ, അയാൾ എന്താ ചെയ്യുന്നത്? കോമൺ ആയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താ സംഭവിക്കുന്നത്? DNA അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് അവിടെ നടത്തുന്നത്. ഇനി ബാക്ടീരിയയിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാരാണ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മൈക്കോപ്ലാസ്മകൾ. എന്താണ് വിളിക്കുന്നത്? മൈക്കോപ്ലാസ്മകൾ. ഈ മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തില്ല, ഒരു സെൽ വോൾ. ഇപ്പൊ ഈ ബാക്ടീരിയ പടം നോക്കിക്കേ, ഇയാൾക്ക് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, ഒരു സെൽ വോൾ ഉണ്ട്. ഇതൊരു മൈക്കോപ്ലാസ്മയുടെ പടമായിരുന്നു, ഇയാൾക്ക് എന്ത് കാണത്തില്ല? സെൽ വോൾ കാണത്തില്ല. അപ്പൊ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കൊരു സെൽ വോൾ കംപ്ലീറ്റ്ലി ലാക്ക് ചെയ്യുന്ന സെൽ വോളാണ്. They are the smallest living cells. ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ലിവിങ് സെല്ലുകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? മൈക്കോപ്ലാസ്മയുടെയാണ് ഏറ്റവും ചെറിയ ലിവിങ് സെല്ലുകൾ. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇവർക്ക് ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും. They can survive without oxygen. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട സംഗതി, ഈ ലോകത്തെ ഏറ്റവും ചെറിയ സെല്ലുകളെ പറയുന്ന പേരാണ് മൈക്കോപ്ലാസ്മ. എന്താ അവരുടെ പ്രത്യേകത? അവർക്ക് എന്തില്ല? സെൽ വോളുകൾ. കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് സെൽ വോളുകൾ ഇല്ല. പിന്നെ കൂടാതെ അവർക്ക് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. ഇനി പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോട്ടിസ്റ്റ ഉള്ളതാണ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡമിൽ വരുന്ന എല്ലാ ഫംഗസുകളെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഫംഗസ് അല്ല, സിംഗിൾ സെൽഡ് യുക്കാരിയോട്ടുകളെയാണ് പ്രോട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ നമുക്ക് ഒരുപാട് ഡിഫറൻസുകളുണ്ട്, ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോട്ടിസ്റ്റുകളുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജുലേറ്റ്സ്, യൂഗ്ലീന, സ്ലൈം മോൾഡുകള്, പിന്നെ കുറെ പ്രോട്ടോസോവൻസ്, ഇവരെല്ലാം പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാരാണ്. ഈ നമ്മുടെ വെള്ളത്തിൽ കാണുന്ന പ്ലാങ്ക്ടൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. പ്ലാങ്ക്ടണുകൾ എന്ന് പറയുന്നതെല്ലാം ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ്. വെള്ളത്തിൽ കാണുന്ന പ്ലാങ്ക്ടണുകളെല്ലാം ബേസിക്കലി
അവരെല്ലാം പ്രോട്ടിസ്റ്റുകളാണ്. നമ്മൾ വലതുവശത്ത് കാണുന്ന പടമാണ് ഡിഫറെന്റ് പ്രോട്ടിസ്റ്റുകളുടെ ഓരോ പിക്ചറുകൾ റെപ്രസെന്റേഷൻ ആണ് വലതുവശത്ത് കാണുന്നത്. ഏതാണ് ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത്. ഓക്കെ, ഡി എന്ന് പറയുന്നത് യൂഗ്ലീന, ടി എന്ന് പറയുന്നത് സ്ലൈം മോൾഡ്, ഡി എന്ന് പറഞ്ഞാൽ പാരമീറ്റർ. പാരമീറ്റർ നിങ്ങൾക്ക് അറിയായിരിക്കും, പ്ലസ് ടുവിലൊക്കെ നമ്മൾ വരച്ച് ഇതിലൊക്കെ വരച്ച് റെക്കോർഡ് ബുക്കിലൊക്കെ വരച്ചതാണ്. ഇവരെല്ലാം പ്രോട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. പ്രോട്ടിസ്റ്റുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം സെൽവോൾ ഇല്ലേ, സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക വെച്ചിട്ടാണ്. സിലിക്ക നമുക്ക് അറിയാലോ, സിലിക്ക ജെൽ എന്നൊക്കെ കേട്ടിട്ടില്ല. ഈ സിലിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ സെൽവോളുകൾ പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അതായത് അവരുടെ വോൾസ് ആർ ഇൻഡിസ്ട്രക്റ്റിബിൾ. അപ്പം പ്രോട്ടിസ്റ്റുകളുടെ വോൾസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അവരുടെ വോൾസ് എല്ലാം ഇൻഡിസ്ട്രക്റ്റിബിൾ ആണ്. ഇങ്ങനെ ഈ പ്രോട്ടിസ്റ്റുകളൊക്കെ കൂടി ചേർന്ന് ഒരുപാട് വർഷങ്ങൾ, കാരണം ഇവരുടെ സെൽവോൾ പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർ അക്യൂമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഭൂമി ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഡയറ്റോമേഷ്യസ് എർത്ത് ആവും എന്നാണ് പറയുന്നത്. അതായത് എന്താ, അവര് ഡയറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ, അതായത് നമ്മുടെ പ്രോട്ടിസ്റ്റുകളെ പറയുന്ന വേറൊരു പേരാണ് ഡയറ്റൻസ് എന്ന് പറയുന്നത്. അത് അക്യൂമുലേറ്റ് ചെയ്ത് ഡയറ്റോമേഷ്യസ് എർത്ത് ആയിട്ട് മാറും. അങ്ങനെ എർത്തായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പലതരത്തിലുള്ള ഈ വെള്ളത്തിലാണ് ഇവർ കൂടുതൽ കാണുന്നത്. അപ്പൊ പൊല്യൂഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ. ഇനി ഇവർ കൂടുതലായിട്ട് ഉള്ള സ്ഥലങ്ങൾ, ഇപ്പൊ ഇവർ സോയിലാണ് കൂടുതലായിട്ടുള്ളത് വിചാരിച്ചു. ആ സോയിലിന് വളരെയധികം ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവര് നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടി, ആ സോയില് നമ്മൾ പോളിഷ് ചെയ്യുന്നത് ഉപയോഗിക്കും, ഓയിലിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ സിറപ്പുകളെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. എങ്ങനെയാണ് സോയിൽ ഉപയോഗിക്കുന്നത്? കാരണം അവര് എന്താ പറയാ, എന്ത് സാധനം അതിന്റെ നെയ്യിൽ വീണാലും അതിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു ലെയർ, ആ കോട്ടിങ് ആ സോയിലുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ പർപ്പസ് എല്ലാം ആരുള്ള സോയിലുകളുണ്ട്? പ്രോട്ടിസ്റ്റുകളുള്ള സോയിലുകളിലുണ്ട്. ഡയറ്റംസ് അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. കാരണം എന്താണ്? ഇവരാണ് ഓഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓഷ്യൻസിൽ പ്ലാങ്ടൺസ് എന്ന് പറയുന്ന രൂപം ഉണ്ടാക്കുന്നത് ഇവരാണ്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഇവരും ഈ പറഞ്ഞ എന്താ ഈ പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് ഇവരാണ്. കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഭൂമിയിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആരാ? ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ലാൻഡ്, ഗ്രീൻ പ്ലാന്റ് അല്ലെ. ഓഷ്യൻ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഡയറ്റംസ് ആർ ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ. മനസ്സിലായോ? ഇനി പ്രോട്ടോസോൺസ് ഉണ്ട്. പ്രോട്ടോസോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആനിമൽസിന്റെ ഏറ്റവും പ്രിമിറ്റീവ്, ഏറ്റവും പുരാതനമായിട്ടുള്ള ഫോമിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോസോൺസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് പാരസൈറ്റുകളാണ് ഈ ഒരു പ്രോട്ടോസോമൻ ഗ്രൂപ്പിലുള്ളത്. ഇപ്പൊ എൻഡമീബ എന്ന് പറഞ്ഞ ഒരു പാരസൈറ്റ് ഉണ്ട്. ഈ എൻഡമീബ എന്താ ചെയ്യുന്നത്? എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്നാണ് അയാളുടെ ഫുൾ നെയിം. നമുക്ക് വയറിലൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എൻഡമീബയാണ്. ഈ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോമൻസ് ഉണ്ട്. അതായത് വാലുള്ള, നേരത്തെ ഞാൻ കാണിച്ചില്ല, ഫ്ലജല്ലുള്ള പ്രോട്ടോസോമൻസ് ഉണ്ട്. ഈ ഫ്ലജല്ലുള്ള പ്രോട്ടോസോമൻസ് ആണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഒരു രോഗം. സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോമിന്റെ പേരെന്താണ് എന്ന് പറയുന്ന ആ ഒരു ചോദ്യം. ആരാണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത്? ട്രിപ്പനോസോമയാണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത്. ഇനി സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോമിന്റെ എക്സാമ്പിൾ ആണ് പാരമീസിയം. ഇനി മലേറിയ എന്ന് പറയുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു രോഗം. മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? കൊതുകാണ് ഉണ്ടാക്കുന്നത് അല്ലെ. ഈ കൊതുക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടോസോമിനെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ട്, അല്ലെങ്കിൽ ബ്ലഡ് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ റിലീസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മലേറിയ ഉണ്ടാവുന്നത്. ആ മലേറിയ ഉണ്ടാകുന്ന ആ ഒരു പർട്ടിക്കുലർ പ്ലാസ്മോഡിയത്തിന്റെ സ്പോറുകൾ കാരണമാണ്. അതുകൊണ്ട് തന്നെ ആ സ്പോറോസോമൻ അല്ലെങ്കിൽ സ്പോർ ഉണ്ടാക്കുന്ന പ്രോട്ടോസോമിന്റെ ഗ്രൂപ്പിലാണ് ആര് പെടുന്നത്? പ്ലാസ്മോഡിയം അല്ലെങ്കിൽ മലേറിയ പാരസൈറ്റ് കുടുംബം. ഓക്കെ, ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത് ആരാണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത്? ട്രിപ്പനോസോമയാണ്. നമ്മുടെ ആനിമൽസിന്റെ, ഇത് 1 വർഷം 2 വർഷം എന്തോ നീറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോസോമൻസ് ആണ്. പിന്നെ സീരിയേറ്റഡ് പ്രോട്ടോസോമൻസിന്റെ എക്സാമ്പിൾ ആണ് പാരമീസിയം. സ്പോറോസോമിന്റെ എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ആണ് മലേറിയൻ പാരസൈറ്റ് എന്ന് പറയുന്നത്. മലേറിയ ഉണ്ടാക്കുന്ന പാരസൈറ്റ്. കിങ്ഡം ഫംഗൈ.
നിങ്ങളുടെ ഫംഗസ് നമ്മൾ എന്താണ് ഫംഗസ് നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിസെല്ലുലാറാണ് ഒരെണ്ണേ ഉള്ളൂ. നമ്മുടെ ഫംഗസിനെ ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ബിയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഈസ്റ്റിന്റെ സാധാരണ കോമൺ ആയിട്ടുള്ള ഈസ്റ്റിന്റെ പേരാണ് സാക്കറോമൈസസ് സെർവേറ്റി എന്ന് പറയും. ഇനി നമ്മുടെ ഈ ഫംഗസ് നമുക്ക് ഉപകാരം ഉണ്ടാക്കും, ഉപദ്രവം ഉണ്ടാക്കും. ഉപദ്രവം ഉണ്ടാക്കുന്ന ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണെങ്കിൽ ഗോതമ്പില് റസ്റ്റ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്. ഈ രോഗം കാരണം ഒരുപാട് ഗോതമ്പ് കൃഷി ഒത്തിരി നഷ്ടത്തിലാവും. ഈ വീറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്നത് ഒക്സീനിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അത് ഫംഗസിന്റെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് അത് ആദ്യമായിട്ട് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഉണ്ടാക്കിയത് പെൻസിലിൻ എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. ഇനി ബ്രെഡിൽ എന്താണ് ബ്രെഡിൽ നമ്മൾ ബ്രെഡ് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് നൂല് പോലത്തെ ഒരു സംഭവം ആ ബ്രെഡിന്റെ അകത്തുനിന്ന് കാണാൻ പറ്റും. അതെന്ത് ഫംഗസിന്റെ ഇൻഫെക്ഷൻ ആണ്? റൈസോപ്പസ് എന്ന് പറയുന്ന ഫംഗസിന്റെ ഇൻഫെക്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ബ്രെഡ് മോൾഡ് ആരാണ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം റൈസോപ്പസ് ആണ്. പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആണോ അല്ലെങ്കിൽ പെൻസിലിയം ഒരു മരുന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെൻസിലിയം ഒരു ഫംഗസ് ആണ്. പെൻസിലിയം എന്ന് പറയുന്ന പെൻസിലിയം ഒരു ഫംഗസ് ആണ്. പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഉണ്ടാക്കിയിരിക്കുന്നത് പെൻസിലിയം ആണ്. ആരാണ് ഉണ്ടാക്കിയത്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പടമാണ്. ഇത് ഇതാണ് ന്യൂക്കർ എന്ന് പറയുന്നത്. ഇത് ബി ആസ്പെർജില്ലസ് എന്ന് പറയുന്ന ഒരു ഫംഗസ്. മൈക്രോസ്കോപ്പിൽ കൊണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ കാണും. ഇനി പ്രധാന വേറൊരു ക്വസ്റ്റ്യൻ, ഫംഗസിൽ സെൽ വോൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചിട്ടാണ്? കൈറ്റിൻ അല്ലെങ്കിൽ പോളിസാക്കറൈഡിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ഈ ഫംഗസ് പ്രധാനമായിട്ട് അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഡെഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റുകളില്ലേ, അതായത് മൃതശരീരങ്ങളിൽ ചെന്ന് അവിടെ ചെന്ന് വളരുക എന്നുള്ളതാണ്. ഈ പൂപ്പൽ ഏറ്റവും കൂടുതൽ പൂപ്പല് മൃതശരീരം അല്ലെങ്കിൽ വേസ്റ്റ് സാധനങ്ങളാണല്ലോ വളരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ എന്ത് വിളിക്കും? സാപ്രോഫൈറ്റുകൾ എന്ന് വിളിക്കും. ഓക്കെ. ചില ഫംഗസുകൾ എന്ത് ചെയ്യും? അവർ മറ്റൊരു ലിവിങ് പ്ലാന്റിനെയോ അല്ലെങ്കിൽ അനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും. അവർ നമ്മൾ പാരസൈറ്റുകൾ എന്ന് വിളിക്കാറുണ്ട്. ഈ ഫംഗസിന്റെ പേര് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സിംബയോൺ എന്ന് പറയും. സിംബയോൺ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കും, രണ്ടുപേർക്ക് ബെനിഫിറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സിംബയോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ആൽഗി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈക്കൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു നമ്മൾ കണ്ടിട്ടില്ലേ ഈ മതിലൊക്കെ ഈ പച്ച കളറിൽ ഇരിക്കുന്ന സാധനം ലൈക്കനുകൾ, അത് ശരിക്കും പറഞ്ഞാൽ അത് പായലെന്നാണ് നമ്മൾ കോമൺലി പറയുന്നത്. അത് പായൽ മാത്രമല്ല, അതൊരു അസോസിയേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള അസോസിയേഷൻ ആണ്? ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ ആണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത്. ഇനി ഫംഗസും ഈ പറഞ്ഞതുപോലെ ഈ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷൻ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് മൈക്കോറൈസ. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈക്കന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈക്കൻ ഫംഗസിന് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഫംഗസ് ലൈക്കൻ എന്തുണ്ടാക്കി കൊടുക്കുന്നു? ന്യൂട്രിയൻസ് കൊടുക്കുന്നു. അതുപോലെ മൈക്രോറൈസ എന്ത് ചെയ്യുന്നു? മൈക്രോറൈസ ഫംഗസ് എന്താ ചെയ്യുന്നത്? ഹയർ പ്ലാന്റിന്റെ റൂട്ട്സിൽ അത് ജീവിക്കുന്നു. കൂടാതെ അത് സോയിലുള്ള വിറ്റാമിൻസ് മിനറൽസുകളെല്ലാം ഈ പറഞ്ഞ പ്ലാന്റ് റൂട്ടിൽ അവൈലബിൾ ആക്കി കൊടുക്കും. അതായത് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് സിംബയോസിസ് അല്ലെങ്കിൽ സിംബയോൺസ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിളുകളാണ് ലൈക്കൻസും മൈക്രോറൈസും. ഇനി എന്താണ് കിങ്ഡം പ്ലാന്റേ? കിങ്ഡം പ്ലാന്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ പ്ലാന്റുകളിൽ തന്നെ വളരെ എന്താ പറയാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിൽ തന്നെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സും ഉണ്ട്, പാരസൈറ്റുകളുണ്ട്. ഇപ്പൊ ഇൻസെക്ടിവോറസ് എന്താ? ഈച്ച, പാറ്റ്, ചെറിയ ചെറിയ പ്രാണികളെല്ലാം വിഴുങ്ങുന്ന പ്ലാന്റുകളുണ്ട്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്ലാഡർ വോട്ട് അല്ലെങ്കിൽ വീനസ് ഫ്ലൈട്രാപ്പ് ഒക്കെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന്റെ ഒരു എക്സാമ്പിളുകളാണ്. ഈ ഒരു പിക്ചർ നോക്കിക്കേ, പ്രധാനമായിട്ട് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: മോസസ് ആൻഡ് ലിവർവോർട്സ്, ഫേൺസ്, ജിംനോസ്പേംസിന്റെ വേറൊരു പേരാണ് കോണിഫറസ് എന്ന് പറയും. പിന്നെ ആൻജിയോസ്പേം, പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് നമ്മൾ പറയുന്ന പേരാണ് ആൻജിയോസ്പേംസ് എന്ന് പറയും. പ്ലാന്റ്സിൽ തന്നെ കസ്ക്യൂട്ട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അത് പാരസൈറ്റ് ആണ്. അതായത് മറ്റൊരു പ്ലാന്റിനെ പോയി തിന്ന് അതിൽ നിന്ന് ന്യൂട്രിയൻസ് എടുത്ത് ജീവിക്കുന്ന ഒരു പാരസൈറ്റ് ആണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സിന്റെ സെൽ വാൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലോസുകളാണ്
കോമൺ ആയിട്ട് പ്ലാന്റയിൽ വരുന്നത് ആൽഗെ, ബ്രയോഫൈറ്റുകൾ, ടെറഡോഫൈറ്റുകൾ, ജിംനോസ്പെർമ, ആൻജിയോസ്പെർമ, ഇത്രയാണ് പ്ലാന്റിൽ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. എങ്ങനെയാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്, അത് ഞാൻ ക്ലാസ് നമ്മളിത് സ്ലൈഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു വീനസ് ഫ്ലൈ ട്രാപ്പ് ഈ ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കുന്നതെന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി എന്താണ് കിങ്ഡം അനിമീലിയ? കിങ്ഡം അനിമീലിയയിൽ എന്തൊക്കെയാ ഉള്ളത്? അത് ഹെട്രോട്രോഫിക് ആണ് അല്ലെ? ഹെട്രോട്രോഫിക് ആണ്, യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ അവർക്ക് ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂ. അതിന് നമ്മൾ ഹെട്രോട്രോഫിക് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയും. അവർ മൾട്ടി സെല്ലുലർ ആണ്. നമ്മൾ എന്താ പറയാ, അനിമേലിയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സെല്ലുകൾക്കൊന്നും സെൽ വാളുകളില്ല. പ്ലാന്റ്സിന്റെ സെല്ലിൽ മാത്രമേ സെൽ വാളുകളുള്ളൂ, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സെല്ലുകളിൽ മാത്രമേ സെൽ വാളുകളുള്ളൂ. നമുക്കൊന്നും എന്തില്ല, സെൽ വാളുകളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എല്ലാം ഒരു ട്രാൻസ്പോർട്ടേഷൻ, ന്യൂട്രിയൻസ് ആണെങ്കിലും അയോൺസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രാൻസ്ഫറിങ് സിസ്റ്റം വരുമ്പോൾ സെൽ വാൾ ഒരു ബാധ്യതയാണ്. അത് പൊട്ടിച്ച് പുറത്തേക്ക് പോവുക, അകത്തേക്ക് വരാം, അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമുക്ക് സെൽ വാളുകൾ ഇല്ലാത്തത്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത്? പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ അനിമൽസ് സ്റ്റോർ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്? നമ്മുടെ ന്യൂട്രീഷൻ എങ്ങനെ? ഹോളോസോയിക്ക് എന്താണ്? ഒരു ഹോള് വഴി കഴിക്കുന്നു അല്ലെ? എന്നിട്ട് ഡൈജഷൻ നടന്ന് മറ്റൊരു ഹോള് വഴി പുറത്തേക്ക് നമ്മുടെ എക്സ്ക്രീറ്റ് പോകും. അതിനെയാണ് നമ്മൾ ഹോളോസോയിക്ക് എന്ന് പറയുന്നത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? ഹോളോസോയിക്ക് ആണ്. ഇനി നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ എത്ര ഫൈലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിക്കറ, സിഡൻഡ്രേറ്റ, പ്ലാറ്റിഹെമിൻഡസ്, ലെമറ്റോഡ, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡർമേറ്റ, ഹെമിപോഡേറ്റ, പോഡേറ്റ, ഇത്രയാണ് അനിമൽ കിങ്ഡത്തിനകത്ത് വരുന്നത്. അതിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെയൊക്കെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സും. അതായത് നട്ടലുള്ള ആൾക്കാരെല്ലാം, അതായത് എനിക്ക് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം നമ്മൾ കോഡേറ്റ്സ് എന്ന് വിളിക്കും. എന്നാൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് വിളിക്കും. നമ്മളെല്ലാം എന്താ പറയാ, ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ കോഡേറ്റ് ഗ്രൂപ്പിൽ പെട്ടതാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ പറയുവാണെങ്കിൽ ഇപ്പൊ ആർത്രോപോഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള കിങ്ഡം അനിമീലിയയിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് സ്പീഷീസും ഏറ്റവും കൂടുതൽ നമ്പേഴ്സും കാണുന്നത് ആർത്രോപോഡ്സിനാണ്. അപ്പൊ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് വെച്ചാൽ കോഡേറ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് 2 MCQ കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ സലമാൻഡർ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, സലമാൻഡർ, വലിയ പല്ലി. ആ ആള് ആരാണ്? അത് ഏത് ഗ്രൂപ്പിൽ പെട്ട ആളാണ്? അയാളൊരു പാരസൈറ്റ് ആണോ? അയാളൊരു പ്രെഡേറ്റർ ആണോ? അയാളൊരു ഏരിയൻ പക്ഷിയാണോ? അയാളൊരു ആംഫിബിയൻ എന്നാണ് ചോദ്യം. ആൻസർ അറിയാവോ? ആംഫിബിയൻ ആൻസർ നമ്മൾ വിചാരിക്കത്തില്ല. നമ്മളെപ്പോഴും ഈ സലമാൻഡറിനെ ഭൂമി അല്ലെ കരയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെ, ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ആംഫിബിയൻ എന്ന ചിന്ത നമ്മുടെ തലയ്ക്കകത്ത് പോകില്ല. പക്ഷെ പുള്ളി ആംഫിബിയനാണ്, പുള്ളി വെള്ളത്തിൽ ജീവിക്കും. ഓക്കെ. ഇനി MCQ രണ്ടാമത്തത്, പ്ലാന്റ്സിന്റെ സ്പെസിമെൻ കളക്ഷനെ പറയുന്ന സ്റ്റോർ ഹൗസിന്റെ പേരെന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. നമ്മുടെ തല ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോവും, നമ്മുടെ തല പ്ലാന്റ് മ്യൂസിയത്തിൽ പോവും. പക്ഷെ എന്താണ് ആൻസർ? ഹെർബേറിയം അല്ലെ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. ഹെർബേറിയത്തിലാണ് പ്ലാന്റ്സിന്റെ സ്പെസിമെനെ എന്താ പറയാ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് ഹെർബേറിയം ആണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എന്താണ് ലൈഫ് സംസാരിച്ചു, പിന്നെ ബയോളജി എന്താണ്, ഗ്രോത്ത് എന്താണ്, എങ്ങനെയൊക്കെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബയോഡൈവേഴ്സിറ്റീസ് എന്താണ്, നോമൻക്ലേച്ചേഴ്സ് എന്താണ്, നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് ആരാണ്, എങ്ങനെയൊക്കെയാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, പിന്നെ ഹെർബേറിയം എന്താ, ബൊട്ടാനിക്കൽ ഗാർഡൻസ് എന്താ, പിന്നെ ഫൈറ്റിംഗ്ടൺ ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയാ വരുന്നത്, ബാക്ടീരിയയുടെ ഷേപ്പുകള്, പിന്നെ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, പിന്നെ ഹെട്രോട്രോപിക് ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ എന്താ, കിങ്ഡം പ്രോട്ടിസ്റ്റിൽ ആരൊക്കെ വരും, എന്താ ഡയറ്റൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, പ്രോട്ടോസോവൻസ് ആരൊക്കെയാണ്, അവരുണ്ടാക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഫംഗസിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ആന്റിബയോട്ടിക് ഉണ്ടാക്കുന്ന ഏത് ഫംഗസിൽ നിന്നാണ്,
എന്താണ് സിംബയോസിസ്, സിംബയോൺസ് എന്താണ്, പ്ലാന്റിൽ ആരൊക്കെ വരും, അനിമേലിയിൽ ആരൊക്കെ വരും, ഇതൊക്കെ നമ്മളൊരു ചെറിയൊരു ഒരു ഔട്ട്ലൈൻ അല്ല, അത്യാവശ്യം ഒരു ഇരുത്തിപ്പടുത്തം അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു അത്യാവശ്യം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക. അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത എൻസിയുടെ അടുത്ത ഡിവിഷൻ വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് MCQs ആയിരുന്നു, എക്സിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നായിരിക്കും നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.